ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ ഞാൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ആരെടുത്ത് തന്നെയെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, അമ്മച്ചി കേട്ടോ. വീഡിയോ ഓണാക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ ആയി. അപ്പോൾ കാരണം ഞാൻ ഉറങ്ങിയത് ഒരു 3 മണിക്കാട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. കാരണം പിള്ളേർക്ക് രാത്രി ഉറക്കമേ ഇല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കുഞ്ഞാവിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കാലാവസ്ഥയുടെ ആയിരിക്കാം. അതുകൊണ്ട് എൻ്റെ മൈൻഡ് ഫുള്ള് എന്താ പറയുക, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ആവി വലിക്കാൻ പോയി. ഇന്ന് ലാസ്റ്റ് ആവി വലിക്കാൻ പോകണം ഹോസ്പിറ്റലിലേക്ക്. രാവിലെ 10:30 പോകണം. ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. രാത്രി ഫുള്ള് കുഞ്ഞാവ കരച്ചിലായിരുന്നു. എന്ത് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കാം. അത്തൂസിനാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഭയങ്കര ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേറെ. അപ്പോഴത്തേക്കും കൊച്ചിന് പനിയും വന്നു. എല്ലാതും കൂടി ആയപ്പോഴത്തേക്കും എന്ത് പറയാനാ കാശ്, അങ്ങനെ മൈൻഡ് ഫുള്ള് എൻ്റെ പോയി കിടക്കുക. ഉറക്കമില്ല, സ്റ്റിച്ചിൻ്റെ വേദന വേറെ. കൊച്ചുങ്ങൾ ഒരാൾ വയ്യാത്തതുകൊണ്ട് ഒരാൾ 2 മണിക്ക് ഉറങ്ങും, അപ്പോഴത്തേക്കും മറ്റേ ആൾ എഴുന്നേൽക്കും. എല്ലാം മാറുമെന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഡെലിവറി സ്റ്റോറി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷെ പറ്റിയില്ല കേട്ടോ ഗൈസ്. ഫുൾ തിരക്കായതുകൊണ്ട് വീഡിയോയേ ഇടാൻ പറ്റുന്നില്ല. ആ ഡെലിവറി സ്റ്റോറി 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ നാളെ മറ്റന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് പറയാനുണ്ട് അതിലുണ്ടാവും. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യും ഗൈസ്. പിന്നെന്താ, ഇനിയൊന്ന് പോയി കുളിക്കണം. അപ്പോൾ ഓട്ടോയിലാട്ടോ നമ്മൾ പോകുന്നത്. ഓട്ടോ ഒരു 10:30 ആകുമ്പോഴത്തേക്കും വരുള്ളൂ. ബൈക്കിൽ പോക്ക് നടക്കില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് കമ്പനിയിൽ നിന്ന് വരണം, ഹാഫ് ഡേ ലീവ് എടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ ബൈക്കിൽ പോക്ക് കൊച്ചിനെയും കൊണ്ട് നടക്കില്ല. അതേപോലെ എനിക്ക് സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ കാരണം നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. അപ്പം പിന്നെന്താ, 2 പേരും എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. ഇനി അത്തൂസ് എഴുന്നേറ്റിട്ട് വേണം അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാം. കൊച്ചാണെങ്കിലും ആകെ മൊത്തം ക്ഷീണിച്ചുണ്ട്, ലൂസ് മോഷൻ കാരണം. കഞ്ഞി മാത്രമായിരുന്നു കേട്ടോ. 2-3 ദിവസം അടുപ്പിച്ച് കഞ്ഞി കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് ലൂസ് മോഷൻ റെഡി ആയിരുന്നു. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എന്തൊക്കെയെന്ന് നോക്കാം. വേഗം കഴിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. മുട്ട പുഴുങ്ങിയതുണ്ട് ഗൈസ്. പിന്നെന്താ, പുട്ട്, ഗോതമ്പ് പുട്ട്. ഇതാണ് മുട്ടക്കറിക്കുള്ളതാട്ടോ. മുട്ട അതിലിട്ട് ഇളക്കണം. പക്ഷെ മുട്ട സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കഴിക്കാം. അപ്പം ഇത് ഇങ്ങനെ വേവിക്കാനുള്ള കാരണം പെട്ടെന്ന് തന്നെ ആവും. പുട്ട് നമ്മൾ കുഴച്ചതിന് ശേഷം ഇങ്ങനെ വേവിച്ച ഒറ്റ ആവിക്ക് തന്നെ എല്ലാം ആയി കിട്ടും. പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ കഴിക്കേണ്ടത്. എന്തായാലും നമ്മൾ പൊടിച്ചിട്ട് തന്നെയല്ലേ കഴിക്കണത്. ഇതിലോട്ട് നമ്മൾ ഐശ്വര്യമായി ഇതേ ഒരു മുട്ട വെച്ച് കൊടുക്കുന്നു. ഇതേ കറി പിന്നെ ഇതിന് മോളിക്കടെ അങ്ങോട്ട് വിളമ്പാം. അപ്പം അതേ പിള്ളേർ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കണം. ചെറിയ ആൾ എഴുന്നേറ്റ പിന്നെ തീരെയും കഴിക്കാൻ പറ്റില്ല. പുള്ളി എഴുന്നേറ്റ ഉടനെ കരയും. അപ്പം ഞാനിത് ബാക്ക്ഗ്രൗണ്ടിൽ പറയും കൊണ്ട് അത്തൂസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. വേറെ ഒന്നും കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. ദൈവന് കണ്ടോ, ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര എക്കിളാണ്. അത് പിന്നെ മാറാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ് കൊച്ചിന്. അപ്പോൾ അതേ ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടോ. ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോയിലാണ്. ഭയങ്കര കാറ്റോട്ടോ ഇവിടെ. എൻ്റെ കോലം കണ്ടില്ല ഗൈസ്. കമ്മലില്ല, മാലില്ല, ഒന്നുമില്ല. കൊച്ചിന് വയ്യാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സില്ല എനിക്ക്. അതുകൊണ്ടാട്ടോ അത്തൂസിത ഇവിടെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്നുണ്ട് അവൾക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ പിള്ളേരെ മാത്രം നോക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അതേ വന്ന ഉടനെ ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഞങ്ങൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറി കേട്ടോ. അങ്ങനെ കുഞ്ഞിനുള്ള ആവി പിടിക്കുകയാണ്. അമ്മച്ചിയുടെ കയ്യിലാണ് കൊച്ചിരിക്കുന്നത്, വേറെ ഒന്നുമല്ല. പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഭയങ്കര അലമ്പാന്നേ. കൊച്ചിന് ആവി എടുക്കുമ്പോൾ അവിടെ വേറൊരാളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വേറെ ആരുമില്ല കേട്ടോ, നമ്മുടെ അത്തൂസാണേ. അവൾക്ക് വെച്ചിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അല്ലാന്ന് പറഞ്ഞപ്പോൾ ഈ ചെറിയ കുഞ്ഞിന് വേണോടാ, അത്തൂസിന് വേണോ?
അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. കുഞ്ഞൊക്കെ നല്ല ഉറക്കാട്ടോ. കുഞ്ഞിൻ്റെ പനിയൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാട്ടോ ഉണ്ട്. എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത് ഗൈസ്. കുഞ്ഞിനിപ്പോൾ ഫീവറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ഇട്ട് വേണം. അവർക്കും ബൈ.